ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മിയാനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. തേങ്ങ വറുത്തരച്ച് നമുക്കൊരു നാടൻ ചിക്കൻ കറി വയ്ക്കാം. അതിൻ്റെ റെസിപ്പിയിലോട്ട് നമുക്ക് പോകാമേ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം വരുന്നുണ്ട് കേട്ടോ. ഇനി ആ തേങ്ങ ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിൻ്റെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടണം. നമ്മൾ ആദ്യം സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തില്ലേ, ആ എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ ഒന്ന് മൂത്ത് കിട്ടും നല്ലതായിട്ട്. അതുപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങ മൂപ്പിച്ചെടുക്കാനായിട്ട്. ഈ ഒരു കളർ വന്നതിന് ശേഷം പിന്നെ കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകും. അപ്പം അത് ഏകദേശം ആവുന്നുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങ മൂത്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആറാൻ വയ്ക്കാം. ആറിയതിന് ശേഷം ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 3 മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സവാളയൊന്ന് വഴണ്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒന്ന് സ്വല്പം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഒരു സ്വല്പം കരിയാപ്പിലയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയ കാരണം ഞാനിവിടെ 2 എണ്ണം നടുക്കൂടെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ആ സവാളയിൽ ഒന്ന് ആവി കയറട്ടെ. അന്നേരത്തിന് നല്ലതായിട്ട് അതൊന്ന് വഴണ്ട് കിട്ടും. ഇപ്പം ഈ സവാളയെല്ലാം നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ടിവിടെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്വല്പം ഗരം മസാലപ്പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെറു തീയിലിട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പൊടിയുടെ പച്ചമണം എല്ലാം മാറി. ഇനി അതിലേക്ക് ഇപ്പോൾ തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. 2 മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഈ തക്കാളി നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി അതിൻ്റെ ലിഡൊന്നെടുത്ത് മാറ്റാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് അതിലേക്ക് ചേർക്കുന്നത് മുമ്പേ നമ്മൾ റെഡിയാക്കി തേങ്ങ വറുത്ത് വെച്ചില്ലേ, അതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറൂടെ കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ അരപ്പും ആ മസാലയും എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഗ്രേവിയുടെ ഒരു കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ചിക്കനാണിത്. ഇനി ആ ചിക്കനിൽ എല്ലായിടത്തും മസാല പിടിക്കുന്ന പോലെ ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനിലെല്ലാം ഒന്ന് മസാല പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. 5 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മസാല എല്ലാ ചിക്കനിൽ നല്ലതായിട്ട് പിടിച്ചിട്ടുമുണ്ട്. ഇനിയും നമുക്ക് ചിക്കൻ വേവിക്കണമല്ലോ. അതിനായിട്ട്
ചൂടുവെള്ളമാണ്, തിളപ്പിച്ച് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കി, അതിന് ശേഷമാണ് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് ചേർത്തിരിക്കുന്നത്. ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഈ സമയത്ത് ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി, ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചാറൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കനും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം പെരുജീരകം പൊടിച്ചതാണ്, അതായത് ഫെനിൽ പൗഡർ, അതാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണ് ഗരം മസാല. ഇതാണ് ലാസ്റ്റ് ഇപ്പം നമ്മൾ ചേർത്തത്. അതിനുശേഷം അതിലേക്ക് കട്ടിയുള്ള 1-ാം പാല്, തേങ്ങയുടെ 1-ാം പാലില്ലേ, അതാണ് ചേർത്ത് കൊടുത്തത്. തേങ്ങയുടെ 1-ാം പാല് ചേർത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ലാസ്റ്റ് സ്റ്റേജാണ്. നമുക്കിനി കടുക് താളിക്കണം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ സ്വല്പം കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു മണം വരുന്നല്ലേ താളിച്ച് കഴിയുമ്പോൾ. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് റെഡി ആയിരിക്കുന്ന ചിക്കൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിരിക്കാണ്. അതും തേങ്ങ വറുത്തരച്ചത്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി അത് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇന്നിവിടെ ഈ കറിയുടെ കൂടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിടിയാണ്. പിടിയും അതുപോലെ തന്നെ വറുത്തരച്ച നാടൻ കോഴിക്കറിയും അടിപൊളി കോമ്പിനേഷനാണ്. ഇത് പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.